വർഷങ്ങൾ ഒരുപാട് കടന്നുപോയിട്ടും ഇന്നേ വരെ തെളിയിക്കപ്പെടാതെ കിടക്കുന്ന ഒരുപാടധികം കേസുകളുണ്ട്. എന്നാൽ അതുപോലൊരു കേസിനെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. 2008 ഉത്തർപ്രദേശിലെ നോയിഡയിൽ നടന്നിട്ടുള്ളൊരു കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇന്നും ഒരുപാടധികം ദുരൂഹതകൾ നിലനിൽക്കുന്ന, ഇന്നും തെളിഞ്ഞിട്ടില്ലാത്ത ആരുഷി തൽവാർ ഡബിൾ മർഡർ കേസിനെ കുറിച്ചാണ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ unsolved. ഉത്തർപ്രദേശിലെ വളരെയധികം തിരക്കേറിയിട്ടുള്ള, വളരെയധികം പ്രശസ്തരായിട്ടുള്ള രണ്ട് ഡെന്റിസ്റ്റുകളായിരുന്നു രാജേഷ് തൽവാറും അതുപോലെ തന്നെ നൂപർ തൽവാറും. ഇവരുടെ ഒരേയൊരു മകളാണ് ആരുഷി തൽവാർ എന്ന് പറയുന്നത്. കൊലപാതകം നടന്നിട്ടുള്ളത് ഇവരുടെ വീട്ടിൽ വെച്ചായതുകൊണ്ട് തന്നെ ഇവരുടെ വീട്ടിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് നോക്കാം. ഇവരുടെ വീട്ടിൽ മാസ്റ്റർ ബെഡ്റൂം യൂസ് ചെയ്തിരുന്നത് രാജേഷ് തൽവാറും അതുപോലെ തന്നെ നൂപർ തൽവാറും ആയിരുന്നു. അതേപോലെ തന്നെ മറ്റൊരു റൂം യൂസ് ചെയ്തിരുന്നത് ആരുഷി തൽവാറും ഒരു റൂം ഒഴിഞ്ഞു കൊടുക്കുകയായിരുന്നു. അതുപോലെ തന്നെ വീട്ടിൽ വേലക്കാരനായിട്ടുണ്ടായിരുന്ന ഹേംരാജിന് വേണ്ടി മാത്രമായിട്ട് ഒരു മുറിയും ഇവരുടെ വീട്ടിലുണ്ടായിരുന്നു. ഹേംരാജിൻ്റെ ഈ മുറിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ വീടിൻ്റെ പുറത്തു നിന്നും ഡയറക്റ്റായിട്ട് ഈ മുറിയിലേക്ക്, ഹേംരാജിൻ്റെ മുറിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അതേപോലെ തന്നെ ഹേംരാജിൻ്റെ മുറിയിൽ നിന്നും ഇവരുടെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ഒരു ഓഫീസ് റൂം ടൈപ്പിലുള്ള ഒരു മുറിയായിരുന്നു ഹേംരാജിന് വീട്ടുകാർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, നൽകിയിട്ടുണ്ടായിരുന്നത്. ഒരുപാടധികം തിരക്കേറിയിട്ടുള്ള, തിരക്കു പിടിച്ച ഡെന്റിസ്റ്റുകൾ ആയിരുന്നുവെങ്കിൽ പോലും വളരെ സന്തോഷത്തോടെ കൂടിയിട്ടുള്ള ഒരു ജീവിതം തന്നെയായിരുന്നു അവരുടേത്. അങ്ങനെ ഇരിക്കെയാണ് ആരുഷി തൽവാറിൻ്റെ 14ാമത്തെ ബർത്ത്ഡേ വരുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആരുഷി തൽവാറിൻ്റെ 14ാമത്തെ ബർത്ത്ഡേ 2008 മെയ് 24-നായിരുന്നു. തൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് എന്ന രീതിയിൽ ആരുഷി തൽവാർ തൻ്റെ മാതാപിതാക്കളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഡിജിറ്റൽ ക്യാമറയാണ്. അത്യാവശ്യത്തിലധികം സമ്പത്തുള്ളത് കൊണ്ട് തന്നെ മകളുടെ ഈ ഒരു ആഗ്രഹം എന്തുകൊണ്ടും നിറവേറ്റി നൽകാൻ വേണ്ടിയിട്ട് ആ മാതാപിതാക്കൾ തീരുമാനിക്കുകയാണ്. അങ്ങനെ രാജേഷ് തൽവാർ ഒരു ഡിജിറ്റൽ ക്യാമറ ഓർഡർ ചെയ്യുകയാണ്. അത്തരത്തിൽ ഓർഡർ ചെയ്ത ക്യാമറ മെയ് 15-ാം തീയതി തന്നെ അവർക്ക് അത് വീട്ടിലെത്തുകയും ചെയ്തു. ഇങ്ങനെ മുൻകൂട്ടി തന്നെ ഈ ഒരു ക്യാമറ ലഭിച്ചപ്പോൾ എന്തുകൊണ്ടോ ഒരു സർപ്രൈസായിട്ട് 24-ാം തീയതി മകൾക്ക് നൽകാം എന്ന രീതിയിൽ ആരുഷി തൽവാറിൻ്റെ അമ്മയായിട്ടുള്ള നൂപർ തൽവാർ മാറ്റിവെക്കാൻ ഒരുങ്ങുകയായിരുന്നു. ആ സമയത്താണ് രാജേഷ് തൽവാർ ഇത് ഇനി കൂടുതൽ വെച്ച് താമസിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, ഏതായാലും ബർത്ത്ഡേ വരെയല്ലേ, അതുകൊണ്ട് മുൻകൂട്ടി തന്നെ ഈ ക്യാമറ നൽകാം എന്ന രീതിയിൽ മെയ് 15-ാം തീയതി തന്നെ ക്യാമറ അവർ രണ്ടുപേരും കൂടെ മകൾക്ക് സമ്മാനിക്കുകയാണ്. അന്നത്തെ ദിവസം തന്നെ, അതായത് മെയ് 15-ാം തീയതി തന്നെ ഒരുപാടധികം ഫോട്ടോസ് ആരുഷി തൽവാർ ആ ക്യാമറയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഏറെക്കുറെ രാത്രി ഒരു 10:30 ആകുന്ന സമയത്ത് അവരെല്ലാവരും അവരുടെ മുറിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. എന്നാൽ 11 മണിയാകുന്ന സമയത്ത് രാജേഷ് തൽവാറിന് ഇൻ്റർനെറ്റ് അത്യാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യം വരികയും അതിനു വേണ്ടിയിട്ട് വൈഫൈ റൂട്ടർ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഭാര്യയായ നൂപർ തൽവാറിനെ അദ്ദേഹം പറഞ്ഞയക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു വൈഫൈ റൂട്ടർ ഉണ്ടായിരുന്നത് ആരുഷി തൽവാറിൻ്റെ മുറിയിലായതുകൊണ്ട് തന്നെ ആരുഷി തൽവാറിൻ്റെ മുറിയിൽ വന്ന് അവരുടെ അമ്മ, ആരുഷി തൽവാറിൻ്റെ അമ്മ വൈഫൈ റൂട്ടർ ഓണാക്കും. അതിനുശേഷം കൃത്യം 10:40 ആകുമ്പോൾ വീണ്ടും തിരിച്ചു വന്നതിന് ശേഷം അവർ വൈഫൈ റൂട്ടർ ഓഫാക്കിയിട്ട് അവർ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമയങ്ങളിലെല്ലാം ആരുഷി തൽവാർ ചേതൻ ഭഗതിൻ്റെ 3 മിസ്റ്റേക്സ് ഓഫ് മൈ ലൈഫ് എന്ന പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യമായിട്ട് യാതൊരുവിധ സ്വാഭാവികതകളുമില്ലാതെ ആ ദിവസം അങ്ങനെ കടന്നു പോവുകയാണ്. പിറ്റേ ദിവസം നൂപർ തൽവാർ ഉണർന്നിട്ടുണ്ടായിരുന്നത് വീട്ടിലെ കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടായിരുന്നു. വീട്ടിൽ പാർട്ട് ടൈമായിട്ട് വീട്ടുജോലിക്ക് വരുന്ന ഭാരതി എന്ന സ്ത്രീയായിരുന്നു അത്. സാധാരണഗതിയിൽ ഭാരതി രാവിലെ വരുമ്പോൾ തന്നെ വീടിൻ്റെ ഗ്രില്ല് തുറന്നു കൊടുക്കുന്നത് ഹേംരാജ് എന്ന് പറയുന്ന ആ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ അന്നത്തെ ദിവസം ഒരുപാട് തവണ വിളിച്ചിട്ടും ഹേംരാജ് വാതിൽ തുറക്കാത്തത് കൊണ്ടായിരുന്നു ഭാരതി എന്ന വേലക്കാരി, ആ വീട്ടുജോലിക്കാരി കോളിംഗ് ബെൽ അടിക്കാൻ വേണ്ടി ആരംഭിച്ചത്. കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ട ഉടനെ തന്നെ നൂപർ തൽവാർ ഡോർ തുറക്കാൻ വേണ്ടി, ഗ്രിൽ തുറക്കാൻ വേണ്ടി അങ്ങോട്ട് നീങ്ങുകയാണ്. എന്നാൽ ചെന്ന് നോക്കിയ സമയത്ത് ഗ്രിൽ പുറത്തു നിന്നായിരുന്നു പൂട്ടിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു അവസരത്തിൽ നൂപർ തൽവാർ വിചാരിച്ചത് ഹേംരാജ് എന്ന് പറയുന്ന വേലക്കാരൻ പുറത്ത് എന്തെങ്കിലും സാധനങ്ങൾ അത്യാവശ്യത്തിന് മേടിക്കാൻ വേണ്ടി, പാല് പോലെ എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി
പോയതായിരിക്കും. അതുകൊണ്ട് തന്നെ അയാൾ വരുന്നതുവരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭാരതിയോട് നൂപർ തൽവാർ ആവശ്യപ്പെട്ടു. എന്നാൽ പെട്ടെന്ന് തന്നെ ജോലി തീർത്ത് പോകണമെന്നുള്ളത് കൊണ്ട് തന്നെ സ്പെയർ കീ ഉപയോഗിച്ചിട്ട് ഡോറ് തുറക്കാൻ വേണ്ടി അവസാനം നൂപർ തൽവാർ നിർബന്ധിതയാവുകയാണ്. ഈ വകയിലുള്ള എല്ലാ ബഹളങ്ങളും കേട്ടുകൊണ്ടായിരുന്നു അന്നത്തെ ദിവസം രാജേഷ് തൽവാർ ഉണർന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം നേരെ ചെന്നത് ഡൈനിങ് ഹാളിലേക്കായിരുന്നു. എന്നാൽ അവിടെ അസ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അവിടെ ഡൈനിങ് ഹാളിലെ ടേബിൾ മുകളിലായിട്ട് ഒരു വിസ്കിയുടെ ബോട്ടിൽ അദ്ദേഹം ശ്രദ്ധിക്കുകയാണ്. താൻ അറിയാതെ എങ്ങനെയാണ് ഈ ഒരു വിസ്കി ബോട്ടിൽ ഇവിടെ എത്തിയതെന്ന് കാര്യമായിട്ട് ആലോചിച്ചുകൊണ്ട് അയാൾ മകളെ ഉണർത്താൻ വേണ്ടിയിട്ട് ആരുഷി തൽവാറിൻ്റെ റൂമിലെ ലക്ഷ്യമാക്കി നടക്കുകയാണ്. എന്നാൽ ആ മുറിയുടെ വാതിൽ തുറന്നപ്പോൾ അയാളാകെ ഞെട്ടിത്തരിക്കുകയും അലറി വിളിച്ചുകൊണ്ട് പുറത്തേക്ക് അയാൾ ഓടുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മുറിക്കകത്ത് ചേതനയേറ്റ നിലയിൽ, കഴുത്തറുത്ത നിലയിൽ തൻ്റെ മകളായ ആരുഷി തൽവാറിൻ്റെ ബോഡിയായിരുന്നു അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നത്. അവർ ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയാണ്. എന്നാൽ പോലീസ് വരാൻ ഏറെക്കുറെ 2 മണിക്കൂറോളം സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും, രാജേഷ് തൽവാറും അതുപോലെ തന്നെ നൂപർ തൽവാറും, നഗരത്തിലെ തന്നെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള 2 ഡെന്റിസ്റ്റുകളായതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഒരുപാടധികം പ്രസ്സുകളും അതുപോലെ തന്നെ അയൽക്കാരും എല്ലാം കൂടി ആ ഒരു വീട്ടിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രൈം സീനിൽ നിന്നും ലഭിക്കേണ്ടിയിരുന്ന 90% തെളിവുകൾ ഈ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത് കാരണമായിട്ട് പോലീസുകാർക്ക് നഷ്ടമാവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അവസരങ്ങളിലെല്ലാം എല്ലാവരും കാര്യമായിട്ട് ശ്രദ്ധിച്ചത് ഹേംരാജ് എന്ന വീട്ടുജോലിക്കാരനെ അവിടെ എങ്ങും കാണാനില്ല എന്ന കാര്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസും അവസാനം ഒരു നിഗമനത്തിൽ എത്തുകയാണ്. ഹേംരാജ് തന്നെയായിരിക്കണം ഈ ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസുകാർ പിന്നീട് അങ്ങോട്ട് ഹേംരാജിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കുകയാണ്. എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കെ അതിന് പിറ്റേ ദിവസം, അതായത് 17-ാം തീയതി വീടിൻ്റെ ടെറസിൻ്റെ ഡോർ തുറന്ന് നോക്കിയപ്പോൾ വീണ്ടും അവിടെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ആ വീട്ടുകാർ കണ്ടിട്ടുണ്ടായിരുന്നത്. വീടിൻ്റെ ടെറസിൻ്റെ മുകളിലായിട്ട് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ നിലയിൽ ഹേംരാജിൻ്റെ ശരീരവും ആ വീട്ടുകാർക്ക് കാണാൻ കഴിഞ്ഞു. കേസ് വീണ്ടും വളരെയധികം ചൂട് പിടിക്കുകയാണ്. ആരാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് ആയിരുന്നു പിന്നീട് അങ്ങോട്ട് എല്ലാവരുടെയും വലിയ രീതിയിലുള്ളൊരു ചോദ്യചിഹ്നമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ഇവർ രണ്ടുപേരെയും കൊല ചെയ്ത രീതി നോക്കുമ്പോൾ രണ്ടും സെയിം ആയിരുന്നു. രണ്ടുപേരെയും കഴുത്തറുത്ത നിലയിലായിരുന്നു കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതും ഈ ഒരു കഴുത്തറുത്ത ആ ഒരു രീതി നോക്കുകയാണെങ്കിൽ സാധാരണ രീതിയിലുള്ളൊരു കൊലപാതകി ചെയ്യുന്നത് പോലെ ആയിരുന്നില്ല. ആ ഒരു കട്ടിങ്, ആ ഒരു മുറിവുണ്ടായിരുന്നത് വളരെയധികം പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സർജറി നടത്തുന്ന ഒരു സർജൻ എങ്ങനെയാണോ ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുക, ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു അവരുടെ രണ്ടുപേരുടെയും കഴുത്തിലുണ്ടായിരുന്ന മുറിവുകൾ. അതുകൊണ്ട് തന്നെ പോലീസ് വളരെയധികം ശക്തമായിട്ട്, വളരെയധികം ഊർജിതമായിട്ട് തന്നെ ഇവരുടെ രണ്ടുപേരുടെയും കൊലപാതകത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങൾ ആരംഭിക്കുകയാണ്. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ അവരുടെ രണ്ടുപേരുടെയും ഓട്ടോപ്സി റിപ്പോർട്ട് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുകയാണ്. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മരണകാരണം എന്ന് പറയുന്നത് ബോട്ട് സ്റ്റിക്ക് കൊണ്ട് തലക്കേറ്റ അടിയായിരുന്നു. ബോട്ട് സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഈ വോൾഫ് വലിക്കുന്ന വടി, ആ ഒരു വടി കൊണ്ട് തലക്കേറ്റിട്ടുള്ള അടിയായിരുന്നു രണ്ടുപേരുടെയും മരണത്തിന് കാരണമാക്കിയിട്ടുണ്ടായിരുന്നത്. ആരുഷി തൽവാറിൻ്റെ തലക്ക് മുകളിലും അതുപോലെ തന്നെ ഹേംരാജിൻ്റെ തലക്ക് പുറകിലുമായിട്ടായിരുന്നു ഈ ഒരു അടി കൊണ്ടിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഈ അടി കൊണ്ട് മരിച്ചതിന് ശേഷമായിരുന്നു രണ്ടുപേരുടെയും കഴുത്തിൽ മുറിവുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ കഴുത്തിൽ മുറിവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഞെട്ടിക്കുന്ന വേറെ ചില കാര്യങ്ങൾ കൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും പോലീസുകാർക്ക് ലഭിക്കുകയാണ്. മരിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഹേംരാജും അതുപോലെ തന്നെ ആരുഷി തൽവാറും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നുവെന്ന് പോലീസുകാർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും കണ്ടെത്തുകയാണ്. അതുപോലെ തന്നെ 20 അടിയോളം ഹേംരാജിൻ്റെ ശരീരം വലിച്ചിഴച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്നും പോലീസുകാരെ കണ്ടെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് ഒന്നുകൂടി പോലീസുകാരെ ഊർജിതമാക്കുകയാണ്. അങ്ങനെ പോലീസ് അന്വേഷണം ഹേംരാജിൻ്റെ സുഹൃത്തുക്കളിലേക്ക് എത്തുകയാണ്. അത്തരത്തിൽ ഹേംരാജിൻ്റെ 3 സുഹൃത്തുക്കളെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയും തുടർന്നുള്ള ചോദ്യം ചെയ്യലുകളിൽ നിന്ന് അവർ തന്നെയാണ് ആരുഷി തൽവാറിനെയും അതുപോലെ തന്നെ ഹേംരാജിനെയും കൊന്നത് എന്നവർ കുറ്റസമ്മതം നടത്തുകയും ചെയ്യുകയാണ്. എന്നാൽ കോടതിയിലെത്തിയ സമയത്ത് അവരെല്ലാവരും അവരുടെ മൊഴി മാറ്റി പറയുകയാണ്. പോലീസുകാരുടെയും അതുപോലെ തന്നെ CBIയുടെയും ക്രൂരമായിട്ടുള്ള ടോർച്ചർ താങ്ങവയ്യാതെ വന്നപ്പോഴാണ് തങ്ങൾ ഇത്തരത്തിൽ ഈ ഒരു കേസ് ഏറ്റെടുത്തത് എന്നായിരുന്നു അവർക്ക് കോടതിയിൽ പറയാനുണ്ടായിരുന്നത്. അതോടുകൂടി തന്നെ ആ ഒരു 3 സുഹൃത്തുക്കളെയും, ഹേംരാജിൻ്റെ ആ 3 സുഹൃത്തുക്കളെയും കോടതി വെറുതെ വിടുകയാണ്. വീണ്ടും കേസ് വലിയ രീതിയിൽ തന്നെ ചൂട് പിടിക്കുകയാണ്. പിന്നെ ആരാണ് ഈ ഒരു കൊലപാതകം ചെയ്തിട്ടുള്ളത്, ആരാണ് ഈ കൊലപാതകി, എന്തിനു വേണ്ടി
വേണ്ടിയിട്ടാണ് അയാൾ ഈ കൊലപാതകം ചെയ്തിട്ടുള്ളത് എന്നൊക്കെ വലിയ രീതിയിലുള്ളൊരു ചോദ്യമായിട്ട് ഉത്തർപ്രദേശിലെ മാധ്യമങ്ങൾ മുഴുവനും അത് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഈ ഒരു അവസരത്തിലാണ് കേസിൻ്റെ അന്വേഷണം CBIയുടെ വേറൊരു പ്രത്യേക സംഘത്തിന് ലഭിക്കുന്നത്. അവരുടെ ഒരുപാടധികം ഡീറ്റെയിൽസുകൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കളക്ട് ചെയ്യുകയായിരുന്നു. അവർക്കെല്ലാം നേരിട്ടിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് കേസിൻ്റെ കൂടുതലായിട്ടുള്ള തെളിവുകളൊന്നും അവർക്ക് ലഭിക്കുന്നില്ല എന്നായിരുന്നു. ആ വീട്ടിൽ ആദ്യം തന്നെ ഒരുപാടധികം ആളുകൾ ഒത്തുകൂടിയത് കൊണ്ടും അതുപോലെ തന്നെ ആ ഒരു ക്രൈം സ്പോട്ട് അവരെല്ലാവരും കൂടി അലങ്കോലമാക്കിയത് കൊണ്ടും പോലീസുകാർക്ക് ലഭിക്കേണ്ട ഒരുപാടധികം തെളിവുകൾ അവർക്ക് അവിടെ നഷ്ടമായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ CBI ശ്രദ്ധിച്ചൊരു കാര്യമായിരുന്നു ആരുഷി തൽവാറിൻ്റെ പാവയിലും അതുപോലെ തന്നെ ആരുഷി തൽവാർ വായിച്ചിരുന്ന പുസ്തകത്തിലോ ഒന്നും തന്നെ ചോരപ്പാടുകൾ ഉണ്ടായിരുന്നില്ല. അതിൽ നിന്നും CBI എത്തിച്ചേർന്നൊരു നിഗമനം വേറൊരു സ്ഥലത്ത് വെച്ച് കൊന്നതിന് ശേഷം ആരുഷി തൽവാറിനെ തൻ്റെ ബെഡ്റൂമിലേക്ക് കൊണ്ടിട്ടതായിരുന്നു എന്ന നിലയിലായിരുന്നു. അതോടൊപ്പം തന്നെ ക്രൈം സ്പോട്ട് നല്ല രീതിയിൽ വൃത്തിയാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സമയവും കൊലയാളിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്ന് കൂടെ പോലീസുകാർ CBI കണ്ടെത്തുകയാണ്. അങ്ങനെ അവസാനം CBI ഒരു നിഗമനത്തിലേക്ക് എത്തുകയാണ്. ഇതൊരു ദുരഭിമാന കൊലയായിരുന്നുവെന്നാണ് CBIക്ക് പറയാനുണ്ടായിരുന്നത്. ഒരിക്കലും കണ്ടുകൂടാത്തൊരു സാഹചര്യത്തിൽ 40-ലധികം വയസ്സ് പ്രായമായിട്ടുള്ള ഹേംരാജിനെയും അതുപോലെ തന്നെ 13 വയസ്സ് മാത്രം പ്രായമുള്ള ആരുഷി തൽവാറിനെയും കണ്ടപ്പോൾ അവരുടെ മാതാപിതാക്കളായിട്ടുള്ള രാജേഷ് തൽവാറും ന്യൂപ്പർ തൽവാറും തന്നെയായിരുന്നു ഈ കൊലപാതകം ചെയ്തത് എന്നായിരുന്നു CBIക്ക് പറയാനുണ്ടായിരുന്നത്. അടിസ്ഥാനത്തിലും പിന്നീട് ഒരുപാട് നാൾ കേസ് മുമ്പോട്ട് പോകുകയാണ്. എന്നാൽ അവസാനം കോടതിയിൽ കേസ് എത്തിയപ്പോൾ മതിയായ തെളിവുകളുടെ അഭാവത്തിൽ അവർ രണ്ടുപേരെയും കോടതി വെറുതെ വിടുകയാണ്. അതുകൊണ്ട് തന്നെ 13 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇന്നും ആരുഷി തൽവാറിനെ ആരാണ് കൊന്നതെന്നോ ഹേംരാജിനെ ആരാണ് കൊന്നതെന്നോ എന്തായിരുന്നു അതിനുള്ള കാരണമെന്നോ ആരാണ് ആ വിസ്കി ബോട്ടിൽ ഡൈനിങ് ടേബിളിൽ കൊണ്ട് വച്ചത് എന്നോ ഒന്നും തന്നെ പോലീസുകാർക്ക് ഇന്നേ വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ 2-3 തിയറികളുണ്ട്. അതിൽ ഒന്നാമത്തെ തിയറി എന്ന് പറയുന്നത് ഹേംരാജിന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് ഈ ഒരു കൊലപാതകം നടത്തിയത്. വളരെ ആസൂത്രിതമായിട്ട് യാതൊരു വിധത്തിലുള്ള തെളിവുകളും അവശേഷിക്കാത്ത രീതിയിൽ അവർ ഈ ഒരു കൊലപാതകം ചെയ്തുകൊണ്ട് മാത്രമാണ് അവർ രക്ഷപ്പെട്ടത് എന്ന നിലക്കാണ്. രണ്ടാമത്തെ ഒരു തിയറി പറയുന്നത് ഇത് പൂർണ്ണമായിട്ടും ഒരു ദുരഭിമാന കൊലയാണ്. ഒരിക്കലും കണ്ടുകൂടാത്ത സാഹചര്യത്തിൽ അവർ രണ്ടുപേരെയും ആരുഷി തൽവാറിനെയും ഹേംരാജിനെയും കണ്ടതുകൊണ്ട് ആരുഷി തൽവാറിൻ്റെ മാതാപിതാക്കൾ തന്നെയാണ് ഇവരെ രണ്ടുപേരെയും കൊന്നത് എന്നും അത് പുറത്തു നിന്നുള്ള ഒരു വ്യക്തിയാണ് ചെയ്തത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവരുടെ രണ്ടുപേരുടെയും കഴുത്തുകൾ അറുത്തത് എന്നും നിലക്കുമാണ് ഈ ഒരു തിയറി വരുന്നത്. മൂന്നാമതായിട്ടുള്ള ഒരു തിയറി മാധ്യമങ്ങൾ പൊതുവെ കെട്ടിച്ചമച്ച ഉണ്ടാക്കിയിട്ടുള്ള ഒരു തിയറിയാണ്. എത്രത്തോളം സത്യമുണ്ടെന്ന കാര്യത്തിൽ ഒരുപാടധികം സംശയം നിലനിൽക്കുന്നുണ്ട്. ആ ഒരു തിയറി പറയുന്ന ഇവർ രണ്ടുപേരും ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലുള്ള മറ്റു ചില ആളുകളുമായിട്ട് ഈ രാജേഷ് തൽവാറും ന്യൂപ്പർ തൽവാറും ഭാര്യയും ഹസ്ബൻഡിനെയും പരസ്പരം ചേഞ്ച് ചെയ്യുന്നൊരു രീതിയുണ്ട്. ആ ഒരു കാര്യത്തെക്കുറിച്ച് ഹേംരാജ് അറിഞ്ഞപ്പോൾ ആ ഒരു കാര്യത്തിൻ്റെ മേലിൽ രാജേഷ് തൽവാറിൻ്റെയും ന്യൂപ്പർ തൽവാറിനെയും അയാൾ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. അതായിരുന്നു പിന്നീട് മൊത്തത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളിലേക്കും കൊണ്ടെത്തിച്ചത് എന്ന നിലയിലാണ് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു തിയറി പറയുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും രണ്ടാമത് പറഞ്ഞിട്ടുള്ള കാര്യത്തിനാണ് ഏറ്റവും അധികം സാധ്യതയുള്ളത്. തൻ്റെ മാതാപിതാക്കൾ ഏത് സമയത്തും ബിസി ആയതുകൊണ്ടും ഏത് സമയത്തും ജോലി തിരക്കായതുകൊണ്ടും മകളെ കാര്യമായിട്ട് അവർക്ക് സ്നേഹിക്കാൻ അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു സമയം ആരുഷി തൽവാറിൻ്റെ മാതാപിതാക്കൾക്ക് ലഭിക്കാതെ വരികയും ചെയ്തപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു സ്നേഹം അവർക്ക് ലഭിച്ചത് ഹേംരാജിൽ നിന്നായിരുന്നു എന്നതുകൊണ്ട് അയാളോട് പ്രത്യേക ഒരു ഇഷ്ടം തോന്നുകയും പിന്നീടത് പല രീതിയിലേക്കായിട്ട് മാറുകയും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ആരുഷി തൽവാറിൻ്റെ മാതാപിതാക്കൾ അറിഞ്ഞപ്പോൾ അത് പിന്നീട് ഒരു കൊലപാതകത്തിലേക്ക് എത്തുകയുമായിരുന്നു എന്നുള്ള ആ ഒരു കാര്യത്തിനാണ് ഏറ്റവും അധികം പോസിബിലിറ്റി ഉള്ളത്. എന്നാൽ അതിന് കാര്യമായിട്ടുള്ള തെളിവുകൾ ലഭ്യമല്ലാത്തത് കൊണ്ടാണ് ഇന്നും ഈ ഒരു കേസ് തെളിയിക്കപ്പെടാതെ തന്നെ കിടക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ആരുഷി തൽവാറിനെയും അതുപോലെ തന്നെ ഹേംരാജിനെയും കൊന്നത് ആരാണെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിലും നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ ബൈ.